HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ, അനോന സിദ്ധു, അനാമിക, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തെ കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും പരിശോധന. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി. വിമാനത്തിലെ പ്രതിഷേധം. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമ്മർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശന ശതാബ്ദി ആഘോഷം. കുട്ടികൾക്ക് മേന്മ കുറഞ്ഞ ഇൻസുലിൻ പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കഴിഞ്ഞ 10 വർഷത്തെ കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും പരിശോധന. SIമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല CIമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 10 വർഷത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും ഉൾപ്പെട്ടവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും പരിശോധിക്കും. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മലയാള മനോരമ ഓഫീസിൽ നടന്ന ക്യാബിനറ്റ് കണക്ട് ഫോൺ-ഇൻ പ്രോഗ്രാമിൽ വായനക്കാരുമായി സംവദിക്കുകയായിരുന്നു. 3 സ്റ്റേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന CIമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാക്കിയതും SIമാരെ നിർവീര്യമാക്കിയതുമായ സംവിധാനം പോലീസിന് ഗുണമല്ലെന്നാണ് അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി. ഓഗസ്റ്റ് 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് പട്ടികകൾ നവംബർ 30 വരെ അധിക കാലാവധി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം. PSC യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് തീരുമാനം നടപ്പാക്കും. 100ഓളം റാങ്ക് പട്ടികകൾക്ക് അധിക കാലാവധി ലഭിക്കാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ നിയമം നടന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റിതെറിച്ചു. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. ഇടതു സർക്കാരിന്റെ കാലത്ത് വൻ ജനകീയ പ്രതിഷേധത്തിന് വഴിവെച്ച സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതി റദ്ദാക്കി UDF സർക്കാർ. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു. അതിർത്തി നിർണയിച്ച് സ്ഥാപിച്ച എല്ലാ മഞ്ഞക്കുറ്റികളും അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിനായി അതിരടയാള കല്ലുകൾ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചിരുന്നതിനാൽ വർഷങ്ങളായി സ്വന്തം ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിമാനത്തിലെ പ്രതിഷേധം. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന് 4 വർഷത്തിനു ശേഷം സർക്കാർ മാറിയതിനു പിന്നാലെയാണ് വലിയതുറ പോലീസ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ നിലനിർത്തി. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമ്മർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതി ഉമ്മർ ഖാലിദ് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ശസ്ത്രക്രിയക്ക് വിധേയയാകാൻ പോകുന്ന മാതാവിനെ സന്ദർശിക്കാനാണ് അപേക്ഷ നൽകിയത്. ജസ്റ്റിസുമാരായ പ്രതിഭ M സിംഗ്, മധു ജെയിൻ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം വിചാരണ കോടതി ഉമ്മർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശന ശതാബ്ദി ആഘോഷം. ശ്രീനാരായണ വേൾഡ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 2ാം ശ്രീലങ്ക സന്ദർശന ശതാബ്ദി ആഘോഷം 22 മുതൽ 26 വരെ കൊളംബോയിൽ സംഘടിപ്പിക്കും. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും. 1996 അമേരിക്കയിലാണ് കൗൺസിൽ രൂപം കൊണ്ടത്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും കൗൺസിൽ അംഗങ്ങളും ബോർഡ് അംഗങ്ങളുമടക്കം 30-ലേറെ ആളുകൾ കൊളംബോയിലേക്ക് തിരിക്കും. 100ന്റെ നിറവിൽ ശിവഗിരി HSS.
2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. മലയാളം മീഡിയത്തിൽ 97.55%, ഇംഗ്ലീഷ് മീഡിയത്തിൽ 100% വിജയം കരസ്ഥമാക്കി. 5 വിദ്യാർത്ഥികൾ ഫുൾ A+ കരസ്ഥമാക്കി. കുട്ടികൾക്ക് മേന്മ കുറഞ്ഞ ഇൻസുലിൻ പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മിഠായി പദ്ധതിയിലൂടെ ഗുണമേന്മ കുറഞ്ഞ ഇൻസുലിൻ നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുപ്രവർത്തകയും ടൈപ്പ് 1 പ്രമേഹ ബാധിതനായ കുട്ടിയുടെ മാതാവുമായ ബുഷ്ര ഷിഹാബ് നൽകിയ പരാതിക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സുരക്ഷാ മിഷനാണ് മരുന്ന് വിതരണത്തിന്റെ ചുമതല. കഴിഞ്ഞ വർഷവും മേന്മ കുറഞ്ഞ ഇൻസുലിനാണ് വിതരണം ചെയ്തത്. നീറ്റ് ചോർച്ച പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വീഴ്ച സമ്മതിച്ച് NDA. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തി. വീഴ്ച സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞതായി സമിതി അംഗമായ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചതായും NDA ഉദ്യോഗസ്ഥർ സമ്മതിച്ചു. എംബോള കൊച്ചി വിമാനത്താവളത്തിൽ 24 മണിക്കൂർ സർവൈലൻസ് സംവിധാനം. കൊച്ചി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംബോള വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലും അതീവ ജാഗ്രത നിർദ്ദേശം. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് എത്തുന്നവർക്ക് 21 ദിവസം വരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ ഇന്ത്യയിൽ എവിടെയും എംബോള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർത്തു സംസ്ഥാന ദുരിതകർമ്മ സമിതി യോഗം വ്യക്തമാക്കി. കത്തിക്കേറി പാറ്റ വിപ്ലവം. തൊഴിലില്ലാത്ത യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാർട്ടികളോട് ഉപമിച്ചതിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ പേരിൽ തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി തരംഗമായി. ഇൻസ്റ്റാ പേജിൽ ഫോളോവേഴ്സിന്റെ എണ്ണം 1.5 കോടി കവിഞ്ഞു. BJPയും കോൺഗ്രസിനെയും കടത്തിവെട്ടിയുള്ള മുന്നേറ്റം വെറും 6 നാൾ കൊണ്ടാണിത്. മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ മടിയൻ പാർട്ടി എന്നാണ് മുദ്രാവാക്യം. പാർട്ടികളെന്ന് വിളിക്കപ്പെടുന്നവർക്കായി പാർട്ടി രൂപീകരിക്കുന്നു. തൊഴിലില്ലാത്തവർക്കും മടിയന്മാർക്കുമാണ് അംഗത്വമെന്ന് സ്വയം പരിഹസിക്കുന്നു. തായ്വാൻ ട്രാവലോഗിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇക്കൊല്ലത്തെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം തായ്വാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷാ കൃതികൾക്കുള്ള ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ തായ്വാനീസ് എഴുത്തുകാരിയാണ് യാങ്. മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ രചിച്ച നോവൽ തായ്വാനീസ് അമേരിക്കൻ എഴുത്തുകാരിയും വിവർത്തകയുമായ ലിൻ കിങ് ആണ് പരിഭാഷപ്പെടുത്തിയത്. സമ്മാനത്തുകയായ 50,000 പൗണ്ട് ഇരുവരും പങ്കിടും. 6 പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് തായ്വാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോവലിനെ വിധികർത്താക്കൾ തിരഞ്ഞെടുത്തത്. തോപ്പുവിള വീട്ടിൽ ശക്തമായ വേനൽമഴ തുടരാൻ സാധ്യത. 8 ജില്ലകളിൽ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട്. വിദ്യാർത്ഥിനിയാണ്. സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടരാൻ സാധ്യത. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട് ആണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നും മഴ മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ മഴ കാറ്റിയേക്കാം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടരാൻ സാധ്യത. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 24.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നത് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. നീറ്റ് ക്രമക്കേട് സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള ചോർച്ച തടയും. മെയ് 3 നടന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിൽ ടെലിഗ്രാം അടക്കം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷണത്തിലാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ചോദ്യങ്ങൾ ചോർത്തുന്ന മാഫിയകളെ നിയന്ത്രിക്കാൻ നടപടിയെടുക്കണമെന്ന് വിവിധ പ്ലാറ്റ്ഫോമുകളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. മെയ് 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 10 വർഷത്തെ കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും പരിശോധന. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി. വിമാനത്തിലെ പ്രതിഷേധം. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമ്മർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശന ശതാബ്ദി ആഘോഷം. കുട്ടികൾക്ക് മേന്മ കുറഞ്ഞ ഇൻസുലിൻ പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി.
പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാ സദ സനിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 9ാം ക്ലാസ് E ഡിവിഷനിലെ അശ്വൻ. സാ സദ സനിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. VD സതീശൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഉത്തരം 13ാമത്തെ. സാ സദ സനിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദ സനിധ പനിധ മഗ മഗരി സ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കഥകളിൽ എഴുത്തുകാരനായ സവ്യസാജിയുടെ ചാച്ചാച്ചി കഥകൾ എന്ന പുസ്തകത്തിലെ മോഷണത്തിന് ലഭിച്ച ശിക്ഷ എന്ന കഥ കേൾക്കാം. അവതരണം മിത്ര R. ബാല്യകാലത്ത് ഒരിക്കൽ മോഷണക്കുറ്റത്തിന് ജവഹർ പിതാവിൻ്റെ കയ്യിൽ നിന്നും കനത്ത ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. പിതാവ് മോത്തിലാലായിരുന്നു ജവഹറിൻ്റെ മാർഗദർശി. പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതമായിരുന്നു മോത്തിലാലിൻ്റേത്. ശുദ്ധഹൃദയനായിരുന്നുവെങ്കിലും മുൻശുണ്ടിയുള്ളതുമൂലം എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. ശാസിക്കേണ്ടവരെ ശാസിക്കും, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും. മോഷ്ടാക്കളോടും നുണ പറയുന്നവരോടും അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പായിരുന്നു. ഒരു ദിവസം അച്ഛൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ജവഹർ അച്ഛൻ്റെ മുറിയുടെ മുന്നിലൂടെ കടന്നു പോവുകയുണ്ടായി. കതകുകൾ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ആ ബാലൻ കൗതുകപൂർവ്വം അകത്തേക്കൊന്ന് പാളി നോക്കി. ജവഹറിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. മേശപ്പുറത്ത് പെൻ സ്റ്റാൻഡിൽ സ്വർണ്ണ നിറമുള്ള ടോപ്പുകളോട് കൂടിയ 2 പേനകൾ. കൊച്ചു നെഹ്റുവിന് ആ പേനകളിൽ നോട്ടമുണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം ആ ബാലൻ സ്വയം ചോദിക്കുകയുണ്ടായി, എന്തിനു വേണ്ടിയാണ് അച്ഛൻ 2 പേനകൾ സൂക്ഷിക്കുന്നത്? എഴുതുവാൻ ഒരു പേനയല്ലേ ആവശ്യമുള്ളൂ? എങ്കിലും പിതാവിനോടുള്ള പേടി മൂലം ജവഹർ പേനയോടുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി നടന്നു. ഇതാ നല്ലൊരവസരം, അത് പാഴാക്കിക്കൂടാ. 2ഉം കൽപ്പിച്ച് ജവഹർ ഒരു പേനയെടുത്ത് ഓടിമറഞ്ഞു. വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ മോത്തിലാൽ പേന കാണാതെ വീട് മുഴുവൻ അന്വേഷണമായി. ജവഹർ ഒന്നും അറിയാത്ത പോലെ നിശബ്ദനായിരുന്നു. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായെങ്കിലും അച്ഛൻ്റെ ശിക്ഷയെ ഭയന്ന് അവന് കുറ്റം ഏറ്റുപറയാൻ ധൈര്യമില്ലാതെ പോയി. ഒടുവിൽ മോഷണം പോയ പേന കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് തന്നെ മോത്തിലാൽ കണ്ടെടുത്തു. കോപിതനായ പിതാവ് തടിച്ച ഒരു ചൂരൽ കയ്യിലെടുത്ത് ജവഹറിനെ പൊതിരെ തല്ലി. അടിയുടെ പാടുകൾ അവൻ്റെ കാലുകളിൽ തെളിഞ്ഞു കിടന്നു. വേദനയും അപമാനവും സഹിക്കാനാവാതെ ആ ബാലൻ വാവിട്ട് നിലവിളിച്ചു. മാതാവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി. ഗദ്ഗദ ഖണ്ഡനായി മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഒരു പേന എടുത്തതിനല്ലേ അച്ഛൻ എന്നെ ഇത്രയധികം തല്ലിയത്? അച്ഛന് എന്നോട് ഒട്ടും സ്നേഹമില്ല. അരുത് മകനെ, അങ്ങനെ പറയരുത്. അച്ഛന് നിന്നെ വലിയ ഇഷ്ടമാണ്. മോഷ്ടിക്കുന്നതും കള്ളം പറയുന്നതും നല്ല സ്വഭാവമല്ല. അത് ചീത്ത കുട്ടികളുടെ ലക്ഷണമാണ്. മോൻ നല്ലതാവാനാണ് അച്ഛൻ ശിക്ഷിച്ചത്. ഇനി ഒരിക്കലും എൻ്റെ പൊന്നു മോൻ കളവ് ചെയ്യുകയോ കള്ളം പറയുകയോ അരുത്. അമ്മ മകനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല. കണ്ണീരിൻ്റെ നനവ് പടർന്ന ആ തൻ്റെ കൊച്ചുമുഖം അമ്മയുടെ സാരി തലപ്പുകൊണ്ട് തുടച്ച് ആ കൊച്ചുബാലൻ പറഞ്ഞു. നന്ദി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സാ സദ സനിധ പനിധ മഗ മഗരി സ.